ആടുജീവിതം പുറത്തു വരികയാണ്. അപ്പോൾ ബെന്യാമിൻ സാറിൻ്റെ കുളനടയുള്ള വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സാറും മോളും നമ്മളൊപ്പം ചേരുന്നുണ്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഹായ് സർ. സന്തോഷം. ഇത് കുറേ നാളുകൊണ്ട് നമ്മൾ കാത്തിരുന്ന ഒടുവിൽ എത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോഴല്ലേ കാത്തിരിക്കാൻ തുടങ്ങി. ഞങ്ങളത് 2008 മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയ ഒരു കാത്തിരിപ്പാണ്. ഒരു 16 വർഷത്തെ അതിനോടൊപ്പമുള്ള യാത്ര, കാത്തിരിപ്പ്, സ്വപ്നം ഒക്കെയാണ്. വായനക്കാർക്ക് മാത്രമല്ല, ഒരു സിനിമാ പ്രേക്ഷകർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതൊരു നോവൽ സിനിമ എന്ന എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നു എന്നുള്ളതാണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. മലയാള സിനിമ ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു സിനിമ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, അത് പൃഥ്വിരാജിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ട്, ബ്ലസ്സിയുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ട്, എ ആർ റഹ്മാനെ പോലെ വലിയൊരാൾ യോദ്ധയ്ക്ക് ശേഷം വരുന്നു എന്നുള്ളൊരു വലിയ കാത്തിരിപ്പുണ്ട്. അങ്ങനെ അനേകം സാധ്യതകൾ അല്ലെങ്കിൽ കാത്തിരിപ്പിനുള്ള കാരണങ്ങൾ മലയാളി പ്രേക്ഷകനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നോവൽ വായിച്ചിട്ട് കാത്തിരിക്കുന്നവർ ഒരുപക്ഷെ മൊത്തം മലയാളികളിൽ വളരെ കുറച്ച് പേരായിരിക്കും. ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ കാത്തിരിപ്പ് വേറൊരു ആസ്പെക്റ്റിലാണ് കാണേണ്ടത്. പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ കാത്തിരിപ്പ് ഭയങ്കര രസമായിരിക്കും. അവരെങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് മകളെ തന്നെ പറയട്ടെ. മോളുടെ പേര്? ഇപ്പോൾ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ഒരു നോവല് സിനിമയായിട്ട് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിനപ്പുറത്തേക്കാണ് കുറേ പേര് കാത്തിരിക്കുന്ന, ഇപ്പോൾ ഞങ്ങളെയൊക്കെ തലമുറ വായിച്ച, ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊരു പുസ്തകം കൂടെയാണ്. നിങ്ങളുടെയും തലമുറ വായിച്ചിട്ടുണ്ടാവും. ഉണ്ട്. എൻ്റെ സൈഡിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് പലർക്കും ഇപ്പോൾ ചിലർക്ക് ഇത് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ച് ഒരു സെക്ഷൻ പഠിച്ച് ആ ഒരു സാധനം മൂവിയായി വന്ന് അത് പിന്നെ കാണുക എന്ന് പറയുന്നത്, പിന്നെ കുറേ പൃഥ്വിരാജിൻ്റെ ആരാധകരും പിന്നെ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. പൃഥ്വിരാജിൻ്റെ ഒരു വലിയൊരു സിനിമ ആയിരിക്കുമല്ലോ വരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും അതൊരു വലിയൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു സിനിമ ഉണ്ടാക്കുന്നു, അത് ആടുജീവിതം നല്ല ഫേമസ് ആയിരുന്നു ആദ്യം തന്നെ. പിന്നെ അത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അത് കാണാനായിട്ട്. എൻ്റെ ഒരു ഫാദറും ഒരു റൈറ്ററും സിനിമയാവുന്നത് ഭയങ്കര രസമാണ്. അതെ. പിന്നെ രണ്ടാമത്, ഈ കാലഘട്ടത്തിൽ എപ്പോഴാണ് മോൾ അവസാനമായിട്ട് ആടുജീവിതം വായിക്കുന്നത്? ഞാൻ ഇത് വായിച്ചത് ഒരു +1. എനിക്ക് നേരത്തെ എൻ്റെ കഥ അറിയായിരുന്നു. കഥയൊക്കെ പിന്നെ ഇങ്ങനെ ജീവിക്കാൻ എല്ലാവരും പറയുമല്ലോ. അപ്പോൾ എനിക്ക് നേരത്തെ കഥ അറിയായിരുന്നു. പക്ഷേ ഞാനത് വായിക്കാന്നുള്ളത് ഞാനൊരു സ്റ്റെപ്പ് എടുത്ത 10ാം ക്ലാസ്സിലായിരുന്നു. 10ാം ക്ലാസ്സിൽ വായിച്ച് എനിക്കതിപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് അപ്പോഴേ ഒരു മനുഷ്യൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ വായിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു ബുക്കാണത്. അപ്പോൾ അതുപോലെ എൻ്റെ കൂട്ടുകാരും വായിച്ചതാ ബുക്ക്. അപ്പോൾ അവർക്കത് ഇനി ബുക്ക് വായിച്ചു, ഇനി അത് സിനിമയിൽ വേറൊരാൾ കാണിക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതൊരു എക്സ്പെക്റ്റേഷൻസും. പിന്നെ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചെന്നെ, ഇങ്ങനെ നല്ല രസമുണ്ട്, പുതിയൊരു സ്റ്റെപ്പാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു. അതുപോലെ എ ആർ റഹ്മാൻ, റസൂൽ പൂക്കുട്ടി പോലെയുള്ള സ്റ്റാറുകളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിവിടെ പൃഥ്വിരാജ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അവർ വേൾഡ് സ്റ്റാറുകളാണ്. അപ്പോൾ അവരൊക്കെ കൂടെ അച്ഛൻ്റെ ഒരു സിനിമയിൽ ഇല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എ ആർ റഹ്മാൻ സാറിനെയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതെങ്ങനെ നോക്കിക്കാണും? എ ആർ റഹ്മാൻ സാറിനെ ഈ പറഞ്ഞ പോലെ കിട്ടുക ഒരു വലിയ സംഭവമാണ്. എന്താ പറയാ, ഒരു അത് തന്നെയാണല്ലോ എല്ലാവർക്കും ഇത്ര എക്സ്പെക്റ്റേഷൻസ് വരുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ലെവലും സ്റ്റാൻഡേർഡും കാണുമല്ലോ. പിന്നെ നന്നായിട്ട് തന്നെ പടം പോവും, അത്ര മാത്രം പറയാൻ പറ്റും. അച്ഛനോട് ചോദിച്ചോ? അച്ഛൻ പടം കണ്ടല്ലോ. അച്ഛൻ പടം കണ്ടു. അപ്പോൾ കണ്ടത് നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തായാലും ബാക്കി നമ്മൾ പ്രഷറുടെ കയ്യിൽ നമ്മളെങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അടിപൊളി. ഇപ്പോൾ സാർ, ഇപ്പോൾ 2 തരത്തിലാണ് നമ്മളിതിനെ ആഘോഷിക്കുന്നത്. എന്താ വെച്ചാൽ, നോവലിനെ സിനിമയായി കാണാൻ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു സിനിമയ്ക്ക് വേറൊരു തരം ഓഡിയൻസും ഉണ്ട്. അപ്പോൾ സിനിമ കണ്ടയാളാണ്, ഇപ്പം അത് അധികം പറയണ്ട, സിനിമ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷനെ, നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് എന്തായാലും ഉയർത്തില്ലേ സിനിമ? തീർച്ചയായിട്ടും. ഞാൻ സിനിമ ധാരാളമായി കാണുന്ന ആളാണ്. മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുമാതിരി എല്ലാ നല്ല സിനിമകളും പോയി കാണുന്ന ഒരാളെന്ന്, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ പോയിരുന്ന കാണുന്നത്, അതായത് എഴുത്തുകാരൻ എന്ന നിലയിലൊന്നുമല്ല, സാധാരണ ആൾക്കാരോടൊപ്പം പോയിരുന്നത്. ഇപ്പം തന്നെ പ്രേംലു കണ്ടു, പ്രമേയവും കണ്ടു, മഞ്ഞുമൽ ബോയ്സ് കണ്ടു, അടുത്തൊക്കെ ഇറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടു. ഇതെല്ലാം തുടർച്ചയായി കാണുകയും അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ ആടുജീവിതം കാണാൻ വേണ്ടി തിയേറ്ററിലിരുന്നത്. അല്ലാതെ
എൻ്റെ ഒരു കഥയെ വെച്ചെഴുതുമ്പോൾ എടുത്ത സിനിമ എന്നുള്ള നിലയിലല്ല. അത്തരത്തിൽ എനിക്കതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നി. കൊള്ളാം, ഇതൊരു നല്ല സിനിമയായിട്ട് വന്നിട്ടുണ്ട് എന്നൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ തോന്നി. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അല്ലാതെ എൻ്റെ സിനിമ അല്ല എൻ്റെ കഥ വന്നതുകൊണ്ടൊരു പ്രത്യേക താല്പര്യത്തോടു കൂടി കണ്ട ആളെന്ന നിലയിലല്ല. അല്ലാതെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കൊള്ളാം, തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊരു സന്തോഷം അതിനകത്തുണ്ടായി. അടിപൊളി. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് ചോദിച്ചറിയേണ്ടത്. കാരണം ഇത് ബെന്യാമിൻ കണ്ട സിനിമ, പൃഥ്വിരാജിൻ്റെ സിനിമ, ബ്ലസ്സിയുടെ സിനിമ, നജീബിൻ്റെ യഥാർത്ഥ ജീവിതം, ഇത് തമ്മിലുള്ള പൊരുത്തങ്ങൾ എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എവിടെയൊക്കെയാണ് സിനിമാറ്റിക് ആയിട്ടുള്ള സാധ്യതകൾ കണ്ടെത്തിയിട്ടുള്ളത്, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എഴുത്തുകാരൻ്റെ വീട് കാണുക എന്ന് പറയുന്ന എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ളത്. ഇതിൽ എവിടെ ഇരുന്നായിരിക്കും എഴുതിയ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, സാർ എവിടെ ഇരുന്നായിരിക്കും ഈ നോവൽ എഴുതിയിട്ടുണ്ടാവുക. ആക്ച്വലി സാർ എവിടെ ഇരുന്നാണ്? ഞാൻ ആക്ച്വലി ആടുജീവിതം എഴുതി ഇവിടെ അല്ലല്ലോ, ഗൾഫിൽ വെച്ചായിരുന്നു. ഞാനെപ്പോഴും പറയും, ഞാൻ അന്ന് അവിടെ യുഎസ് നേവിയുടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ സൈഡിലുള്ള ഒരു കുഞ്ഞു ഓഫീസിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ വർക്ക്ഷോപ്പിൻ്റെ മൂലയിൽ ഇരുന്ന് എഴുതിയൊരു നോവലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ കൊണ്ടാടുന്നു. അതിലെ കഥാപാത്രങ്ങൾ ഇത്രയും പേര് വന്നു ചേരുന്നു, അത് സിനിമയാവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അല്ല, ഒരു എഴുത്തുകാരൻ ഏതൊക്കെ പുസ്തകങ്ങളായിരിക്കും സൂക്ഷിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ് ഞാൻ മുമ്പൊരു ദിവസം വന്നപ്പോഴും നോക്കിയത്. അപ്പോൾ എഴുതുന്നവരൊക്കെ ഏതൊക്കെ പുസ്തകമായിരിക്കും വായിക്കുക. അപ്പോൾ നമ്മൾ വായിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ എഴുത്തുകാരുണ്ടാവുമല്ലോ, പ്രിയപ്പെട്ട എഴുത്തുകാർ. ഇപ്പം കസൻ സാക്കിസിന്റെ പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ട്, ഫർഹാൻ പാമൂക്കിൻ്റെതുണ്ട്, മാർക്കേസിൻ്റെതുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട കുറേ പുസ്തകങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കും. പക്ഷേ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും ഞാൻ ശേഖരിക്കുന്ന ആളല്ല. സാറേ, ഈ പറഞ്ഞവരൊക്കെ ഈ കട്ടിയുള്ള എഴുത്താണ്. പക്ഷേ ആടുജീവിതത്തിൻ്റെ എഴുത്തെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ ആടുജീവിതത്തിന് മുമ്പ് 3 നോവലുകൾ വന്നിട്ടുണ്ട്. അഭിഷേകൻ വന്നിട്ടുണ്ട്, കപ്പൂറിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ വന്നിട്ടുണ്ട്, പ്രവാചകന്മാരുടെ 2. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള ഭാഷയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു നോവലിന് ആവശ്യമായ ഭാഷ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ രചനാ രീതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾക്കൊരു ഒരു ഭാഷ ഉണ്ടാവുകയും അത് എല്ലാ നോവലിലും അപ്ലൈ ചെയ്യുകയും ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ആടുജീവിതത്തെ സംബന്ധിച്ച്, ആടുജീവിതം എഴുതാൻ ആലോചിച്ച് തുടങ്ങിയ കാലം മുതൽ തന്നെ നജീബിനെ പോലെ വളരെ സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരു 5ാം ക്ലാസ്സുകാരനാണ് ഈ നോവൽ പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ഭാഷയിൽ മാത്രമേ ഇത് പറയുള്ളൂ എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ലാളിത്യമുണ്ട്, സാധാരണത്വമുണ്ട്, അസാധാരണമായ വാക്കുകളില്ല, കഠിനമായ വാക്കുകളില്ല, ഭാഷാഘടനയില്ല, വളരെ ചെറിയ ചെറിയ വാക്കുകളിലാണ് പറയുന്നത്. നജീബിനോട് സംസാരിച്ചാൽ അറിയാം. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം നജീബിനോട് സംസാരിക്കുമ്പോൾ നജീബ് കുറേ കൂടി സംസാരിക്കുന്ന ആളായി മാറിയിട്ടുണ്ട്. സംസാരിച്ച് പഠിച്ചു. ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് ഞാൻ നജീബിനെ കാണുമ്പോൾ നജീബ് ഒട്ടുമേ സംസാരിക്കാത്ത ആളാണ്. വളരെ മുറിഞ്ഞ വാക്കുകളിൽ സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വളരെ മുറിഞ്ഞ വാക്കുകളിലാണ് ആടുജീവിതം എഴുതിയിരിക്കുന്നത്. വളരെ ചെറിയ സെൻറ്റൻസുകൾ മതിയെന്ന് തീരുമാനിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ആടുജീവിതം എന്ന് പറയുന്ന നോവൽ ആഗ്രഹിക്കുന്നത് അത്രയും ചെറിയ ലളിതമായ ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ സൃഷ്ടിച്ചത്. ചെറിയ ചോറിൽ കാണുന്ന അവാർഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓ, തീർച്ചയായിട്ടും. ഇത് ഈ നമ്മുടെ ശക്തി അവാർഡ്, അബുദാബി ശക്തി അവാർഡിൻ്റെ ഫലകം, അത് മലയാളി സമാജത്തിൻ്റെതാണ്. അവാർഡ് അതാണല്ലോ ഈ ആദ്യത്തെ. രണ്ടാമതാണല്ലോ സാഹിത്യ അക്കാദമി അവാർഡ്. ഇതാണെന്ന് തോന്നുന്നു, ഇതാണ് അബുദാബി ശക്തി അവാർഡ്. ഇത് അബുദാബി ശക്തി അവാർഡ്, ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അതായത് ട്വിസ്റ്റ്, ശരിക്കുള്ള. അതെ. ഇത് പത്മപ്രഭ പുരസ്കാരം. ഇത് നോർക്കയല്ല, കേന്ദ്ര പ്രവാസികാര്യ വകുപ്പിൻ്റെ ഒരു പുരസ്കാരമാണ്. ഇത് ജാസ്മിൻ ഡേയ്സിന് കിട്ടിയ ട്രാൻസ്ലേഷന് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണ്. ഇതാണ് JCB പുരസ്കാരം എന്ന് പറയുന്ന സാധനം. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള പുരസ്കാരം, അല്ല വിലയുള്ള പുരസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ പുറയിലാണ് JCBയുടെ ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് വയലാർ അവാർഡ്. ഇത് 12-20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ് കിട്ടിയത്. അതിൻ്റെ ഇത് അക്കാദമി അവാർഡിന് കിട്ടിയ ഫലകമാണ്. അങ്ങനെ കുറേ ഉണ്ട്. ഇത് മുട്ടത്തി വർക്കി പുരസ്കാരം. ഇത് ഓരോന്നും എഴുത്തിനുള്ള ഊർജ്ജമാണ്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ചിലർക്കെങ്കിലും ഒരു നോവൽ എഴുതി ആ നോവലിന് തന്നെ എല്ലാ പുരസ്കാരങ്ങളും കിട്ടുകയും അവരതുകൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ പല എഴുത്തുകാരെയും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ എനിക്ക് സംബന്ധിച്ച് ആടുജീവിതത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി,
ജാസ്മിൻ ഡേയ്സിന് ആണ് JCB പുരസ്കാരം കിട്ടുന്നത്, മാന്തള്ളി കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ് വയലാർ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ പുരസ്കാരങ്ങൾ കിട്ടി എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ പുതിയ കാലത്ത് പുതിയ പുതിയ നോവൽ എഴുതുമ്പോൾ അതുകൂടി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. അത് ഒറ്റ നോവലിൽ അംഗീകരിച്ച് അവിടെ നിന്നില്ല എന്നുള്ള ഒരു വലിയ സന്തോഷം. എൻ്റെ അധ്വാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നു, തുടർച്ചയായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം, സന്തോഷം, വായനക്കാരോടുള്ള സ്നേഹം അത് വളരെയധികം ഉണ്ട്. സാർ, ഈ തരകൻസ് ഗ്രന്ഥാവലിയുടെ മറ്റേ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഇതിപ്പോഴും ഉണ്ട്. അതെ അതെ, ഇതിപ്പോ വിൽക്കുന്നുണ്ടോ? ഇത് ഇപ്പം പുസ്തക പതിപ്പ് ഇത് ഞാൻ കണ്ടായിരുന്നു ഷോപ്പിൽ. ഇത് എന്താ ചോദിച്ചാൽ സാധാരണ പുസ്തക രൂപത്തിൽ പിന്നെ ഇറക്കിയതാണ്. ഇത് ആദ്യം ഇറക്കിയ ഒരു 3500 കോപ്പികൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. പിന്നീട് അതിന് കോപ്പികളില്ല. അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്, അത് നമ്മൾ പിന്നീട് കോപ്പികൾ ഇറക്കുന്നതല്ല എന്നും ഒരു ഡീലക്സ് എക്സിക്യൂട്ടീവ് സ്പെഷ്യൽ എഡീഷൻ എന്ന നിലയിൽ മാത്രമാണ് ഇറക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നോവൽ പരീക്ഷണത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 10-20 വർഷം നോവൽ എഴുതിയതുകൊണ്ട് ഇനി ഇതെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ്. ഇതൊരു ബോക്സാണ്, പുസ്തക രൂപത്തിലുള്ള ഒരു ബോക്സിനകത്ത് നിന്ന് 120 കാർഡുകളാണ് ഇതിനകത്ത് ഉള്ളത്. ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇത് വായിച്ച് തീർന്ന ഭാഗം, ഇത് വായിക്കാനുള്ള ഭാഗം, ഇങ്ങനെ എടുത്ത് ഈ 120 കാർഡുകളും നമുക്ക് ഷഫിൾ ചെയ്ത് വായിക്കാം. എവിടെ നിന്ന് വേണമെങ്കിൽ വായിക്കാം. ഈ 120 കാർഡുകളിൽ ഏതും ഒന്നാമത്തെ അധ്യായവും ഏത് അവസാനത്തെ അധ്യായവും ഏത് ഇടയ്ക്കലത്തെ അധ്യായവും ആകാം എന്നുള്ള രീതിയിലാണ്. ഈ 120 അധ്യായങ്ങളും വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കഥയെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു കഥ. വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു വേറൊരു തരത്തിലുള്ള ഒരു വായനാനുഭവം കിട്ടും. ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ ആശയം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് ലീനിയറായിട്ടല്ല എന്നുള്ളതാണ്. നിങ്ങൾ ബെന്യാമിനെ മനസ്സിലാക്കുന്നത് ബെന്യാമിൻ ചിലപ്പം ആടുജീവിതത്തിൻ്റെ കഥ എഴുതിയ എന്ന നിലയിലായിരിക്കാം. പിന്നെ നോക്കുമ്പോൾ അയാൾ പത്തനംതിട്ടക്കാരനാണെന്നോ ഗൾഫിൽ ജീവിച്ചിട്ടുണ്ടെന്നോ ഇതിനു മുമ്പ് കഥ എഴുതിയിട്ടുണ്ടെന്നോ ഞാൻ പഠിച്ചത്. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്കിത് ലീനിയറായി പറയാൻ പറ്റും. നമുക്ക് ഞാൻ ജനിച്ച സ്ഥലം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്ന് ആടുജീവിതം സിനിമ വരെയുള്ള ചരിത്രം പറയാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രചനാതന്ത്രം എന്ന് പറയുന്നത്. ഒരു ജിക്സോ പസിൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടെ ഇവിടെയും ചില സാധനങ്ങൾ വെക്കുന്നു. ഈ ജിക്സോ പസിൽ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥ സമ്പൂർണ്ണമായി കിട്ടും എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പസിലിൽ ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ ഒരു പ്രാവശ്യം കൊണ്ട് കിട്ടണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ അത് വായന അത്രയധികം ആസ്വദിച്ച് വായിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്, അല്ലെ അത്രയും ഗൗരവമായി വായിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഒരു ബോധ്യം എനിക്ക് തന്നെ ഉണ്ട്. അങ്ങനെയാണത് പുറത്തിറക്കിയിട്ടുള്ളത്. അല്ലാതെ എല്ലാവർക്കും ഒരു പക്ഷേ ഇത് അതേ തരത്തിൽ ഗ്രഹിക്കണമെന്നില്ല. ഇപ്പോൾ പുസ്തക രൂപത്തിൽ ഇറക്കിയപ്പോഴും ഓരോ പുസ്തകവും ഓരോ തരത്തിലാണ് അടുക്കിയിരിക്കുന്നത്. അതൊന്നിനൊന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ ഒരാൾ വായിച്ച പുസ്തകമല്ല മറ്റൊരാൾ വായിക്കുന്നത്. ആ പേജുകൾ വേറെ വേറെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഷഫിളിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ലീനിയാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഓരോ തരത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ പുസ്തകമാണ് തരകൻസ് ഗ്രന്ഥാവലി എന്ന് പറയുന്നത്. പിടിച്ചതിനേക്കാളും വലിയ ആട് ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇതാണ് തരകൻസ് ഗ്രന്ഥാവലി. ചിലപ്പോൾ ഇത് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെ വെക്കണമെന്നുള്ളത് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ, അതേ തൽക്കാലത്തേക്ക് നമുക്ക് പുസ്തകങ്ങൾ വെക്കാൻ ഷെൽഫ് വേണമെന്നുള്ളൊരു? അല്ല, എനിക്ക് സ്വപ്നമായിരുന്നു പുസ്തക വായനയൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാലത്തെ. ഇപ്പം എൻ്റെ ഗൾഫിലെ ബുക്ക് ഷെൽഫിൻ്റെ ചിത്രം എവിടെയോ ഞാൻ അടുത്തിടയ്ക്ക് ഇട്ടിരുന്നു. ചെറിയ ഒരു ബോക്സിനകത്ത് ഒരു 10-20 പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു ലൈബ്രറി ആയിരുന്നു. അവിടെ നിന്ന് ചെറിയ ചെറിയ വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമേൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഗൾഫിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവന്ന പുസ്തകങ്ങളാണ്. ഇതൊന്നും ഞാൻ പുതിയതായി ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല. ആ കാലത്ത് 90കളിലൊക്കെ വാങ്ങിച്ച പുസ്തകങ്ങളുടെ ഇവിടുന്ന് പുസ്തകത്തിൻ്റെ വില, ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു തന്നതിൻ്റെ വില, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ വില, അങ്ങനെയൊക്കെ 3 ഇരട്ടി വിലയുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ കൂടെ കരുതുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഇതുണ്ടെന്നാണ്. നമ്മളുടെ ഓർമ്മകൾ, നമ്മളുടെ അന്നത്തെ മാനസികാവസ്ഥകൾ, നമ്മൾ കടന്നുപോയ ദിവസങ്ങൾ, നമ്മൾ കുറിച്ചിട്ട ഒരു വരി, നമ്മളെ ഹോണ്ട് ചെയ്ത ഒരു വാചകം, ഇതൊക്കെ ആ പുസ്തകത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ആ പുസ്തകത്തിന് മറ്റൊരു കോപ്പി കിട്ടിയാൽ അത് നമ്മുടെ പുസ്തകമായി മാറില്ല. നമ്മുടെ പുസ്തകം, നമ്മൾ വായിച്ച പുസ്തകം, നമ്മൾ കടന്നുപോയ പുസ്തകമായിരിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മുടെ മണമുണ്ട് എന്നുള്ളതാണ്. അടിപൊളി. അതുപോലെ ഈ ചില ഷെൽഫുകൾ, ലൈബ്രറിയുടെ ഷെൽഫുകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും,
അതേപോലെ നമ്മുടെ വീട് വീടില്ല, അങ്ങനെ ഒരു വീട് നോക്കില്ല, പക്ഷെ എങ്കിലും നമ്മൾ സങ്കല്പിക്കില്ലേ ഇങ്ങനെ അടുക്കി പുസ്തകങ്ങൾ വെക്കുന്നത് കാണുമ്പോൾ. ഞാൻ എൻ്റെ ലൈബ്രറി റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെയാണ്, നിറയെ ഇങ്ങനെ നമുക്ക് കോണിയൊക്കെ ഇട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. കുറേയൊക്കെ ഞങ്ങൾ സക്സസ് ആക്കി. പക്ഷേ ഇപ്പോൾ പുസ്തകങ്ങൾ കുറവാണ്. അന്ന് തിങ്ങി നിറങ്ങിയിരുന്നു, പക്ഷെ ഞങ്ങൾ ഷെൽഫൊക്കെ വലുതാക്കിയപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ പോലെ തോന്നുന്നുണ്ട്. എ ഗ്രേഡ് ലൈബ്രറി ആണെങ്കിൽ കൂടെ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് പുസ്തകങ്ങൾ ഭയങ്കര ഒരു സംഗതിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകങ്ങൾ നമ്മളിനി അങ്ങനെ സ്നേഹിക്കേണ്ടതില്ല. നമ്മുടെ ഓർമ്മ എന്നുള്ള തുടർച്ച എനിക്ക് അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ വായന, ഞാൻ വായനയിൽ ഇപ്പോൾ ധാരാളമായി ഈ റീഡർ ഉപയോഗിക്കുന്ന ആളാണ്. മാക്സ്റ്ററിലാണ് ബുക്കുകൾ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കിൻഡൽ ഉണ്ട്, കിൻഡലിൽ ധാരാളം നോവലുകൾ വായിക്കാറുണ്ട്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ടൂളുകൾ മാറും. ഇപ്പോൾ ഇത് ഒരു പുസ്തകം ക്യാരി ചെയ്ത് നടക്കുന്ന സമയത്ത് നമുക്ക് 50 പുസ്തകം വേണമെങ്കിൽ കൊണ്ടു നടക്കാവുന്ന അവസ്ഥയുള്ളത് കൊണ്ട്. എന്ന് മാത്രമല്ല അവൈലബിലിറ്റി, നമ്മൾ ഇപ്പം ഒരു നോവൽ വേണം, നമ്മളത് പ്രിന്റ് വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ 2 മാസം കാത്തിരുന്നാലായിരിക്കും അമേരിക്കയിൽ നിന്നൊരു നോവൽ ഇവിടെ വരുന്നത്. ഇതാകുമ്പം തൊട്ടടുത്ത നിമിഷം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായന തുടങ്ങാമെന്നുള്ള പുതിയ കാലത്തിന് ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ കാലത്ത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് നമ്മളുടെ യൗവനവുമായിട്ടും ഞാൻ വായന ആരംഭിച്ച കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇന്ന് നിൽക്കുന്ന ബെന്യാമിൻ ഇവിടെ എത്തി നിൽക്കാൻ കാരണക്കാരായ പുസ്തകങ്ങളാണ് ഇവ ഓരോന്നും എന്നുള്ളതുകൊണ്ടാണ് അതിനോടൊരു വല്ല മമതയുള്ളത്, പ്രിയമുള്ളത്. അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ നമ്മളൊന്നുമല്ലാതിരുന്ന വളരെ ശൂന്യനായിരുന്ന ഒരിടത്ത് നിന്ന് നമ്മളെ ഇവിടെ വരെ എത്തിച്ച സുഹൃത്തുക്കൾ നമുക്കിപ്പോൾ ഉണ്ടെന്നുള്ളൊരു വലിയ ആത്മബലമാണ് ഇപ്പോൾ ഈ ലൈബ്രറിയിൽ ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഷ അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ, എഴുത്തിലല്ല ഞാൻ പറയുന്നത്, അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ ലളിതമാക്കാൻ മനഃപൂർവ്വമായിട്ട് ശ്രമങ്ങൾ ബെന്യാമിൻ നടത്തുന്നെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സാധാരണ സാഹിത്യകാരന്മാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്യമായ ഏതോ ഒരു ഭാഷ സംസാരിക്കുന്ന പ്രത്യേക താളത്തിൽ ഈ കാര്യങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി പറയുന്ന ഒരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. അത് തന്നെയാണ് അവരെ ചിലപ്പോഴൊക്കെ അന്യമാക്കുന്നത്, ഇല്ലെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ എഴുതുന്ന ആ നിമിഷം മാത്രമാണ് എഴുത്തുകാരൻ, ബാക്കി ഒരു നിമിഷവും ഞാൻ എഴുത്തുകാരനല്ല. ഞാൻ പുറത്ത് പോയാൽ ഒരാളോടും സാഹിത്യം സംസാരിക്കാറില്ല. ട്രെയിനിൽ വെച്ചോ വഴിയിൽ വെച്ചോ ഒരാൾ കണ്ടാൽ എന്ത് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും എഴുത്തുകാരനാണെന്ന് പറയാറില്ല. ഞാൻ ഗൾഫിലായിരുന്നു, തിരിച്ചു വന്ന് വെറുതെ ഇരിക്കുന്നു എന്നാണ് എല്ലാവരോടും പറയുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പം ടാക്സിയിൽ കയറിപ്പോയി. അയാളുടനീളം എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ്. ഞാൻ പറഞ്ഞത് ഒന്നുമില്ല, ഗൾഫിലായിരുന്നു, തിരിച്ചു വന്നു, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇപ്പോഴും എനിക്ക് ഒരു എഴുത്തുകാരനാണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ എഴുത്തുകാരനാണോ എന്ന് പറയാനുള്ള ആത്മബലം ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എഴുത്തുമേശയിൽ മാത്രമാണ് ഞാൻ എഴുത്തുകാരൻ, അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായ ഒരാളാണ്. ഈ നോവൽ വായിച്ചിട്ട്, നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ, ഈ നോവൽ വായിച്ചിട്ട് ഈ നോവലിൽ യഥാർത്ഥത്തിൽ ആധാരമാക്കിയ നജീബ് കുറച്ച് ഭാഷ പഠിക്കും. ഇത് മണിയമ്പിള്ളയുടെ കഥ ഇന്ദുവൻ സർ എഴുതി കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള ഈ നോവൽ വായിച്ചതിന് ശേഷം മണിയമ്പിള്ളയ്ക്ക് വന്നൊരു പരിവർത്തനമുണ്ട്. സാഹിത്യ സദസ്സുകളിലൊക്കെ മണിയമ്പിള്ള നന്നായി സംസാരിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അത് ഈ ഇന്ദുവൻ്റെ ഭാഷയെ മണിയമ്പിള്ള സ്വായത്തമാക്കിയതായിരുന്നു. സ്വന്തം അനുഭവമാണ്, പക്ഷേ മണിയമ്പിള്ള അതിനെ പിന്നെ അതെ പഠിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നജീബിന് ഉണ്ടാവുമോ? വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ പല ഇൻ്റർവ്യൂകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നജീബ് വളരെയധികം ഭാഷാപരമായി വളർന്നിട്ടുണ്ടാകുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നജീബ് തീരെ സംസാരിക്കാത്ത ആളായിരുന്നു, വാക്കുകൾ മുറിയുന്ന ആളായിരുന്നു, പൂർണ്ണമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാത്ത ആളായിരുന്നു, അതിൻ്റെ ഒരു ഉൾവലിയിലുള്ള ആളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നജീബ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നജീബ് നിരന്തരം സംസാരിച്ച് അത് ആർക്കും പ്രചോദനമാണെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പൊതുവേദികളിൽ ചെന്ന് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നജീബ്. അതെ, ആ ഒരു പഴക്കവും ഡെപ്തുള്ള അനുഭവവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എഴുത്തുകാരനാവാമെന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് പഠിക്കണം. അതെ. ഇപ്പോൾ പ്രയോഗിച്ച കൃതിയിൽ നിന്ന് വായിച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ പുതുതായി പ്രയോഗിക്കുന്നത് എപ്പോഴും ഒരു ചലഞ്ച്. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളെപ്പോഴും ഇന്നലെ വരെ ഉള്ളതിൽ നിന്ന് മാറി പുതിയതായി ഒന്ന് ചിന്തിക്കുകയും നിങ്ങളുടേത് മാത്രമായ ഒന്ന് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെയോ ആ സമൂഹത്തിന് നൽകിയെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു അനുകരണ ആളായി മാത്രം മാറും. അടിപൊളി. അങ്ങനെ മുൻപോട്ട് പോകട്ടെ, പുതുതായിട്ടുള്ള രചനകൾ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.